ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 നുറുക്കുകളുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരെണ്ണം സാധാ നുറുക്കാണ്, മറ്റൊന്ന് ബീട്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നുറുക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അരിപ്പൊടി വെച്ചിട്ടുള്ള നുറുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, സീസം സീഡ്സ് അതായത് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഞാനിത് കുഴയ്ക്കാനായിട്ട് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉഴുന്നൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നുറുക്കുണ്ടാക്കുന്നതിനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയിലേക്ക് പൊടിച്ചു വെച്ച ഉഴുന്നുപൊടിയോടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉഴുന്നുപൊടിയാണ് ഉള്ളതെങ്കിൽ അത് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ജീരകം, മഞ്ഞൾപ്പൊടി, എള്ള് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നുറുക്ക് വരില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലും കറക്റ്റ് ഷേപ്പായി കിട്ടില്ല. വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇത് മുറിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ മാവിൽ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നുറുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി സേവനാഴിയിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലപ്പോൾ എണ്ണ പറ്റുമ്പോൾ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബട്ടർ പേപ്പറിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ലെയേഴ്സൊക്കെ അടുപ്പിച്ച് തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നുറുക്കുണ്ടാക്കും, ചിലർ നീളത്തിലുള്ള ചെറിയ പീസസ് ആയിട്ടും ഈ നുറുക്ക് റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെയേഴ്സൊക്കെ നമുക്ക് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം കേട്ടോ. ചെറിയ നുറുക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ അറ്റം വരുമ്പോൾ ഈ അറ്റം ആ ലെയറിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് 1, 2, 3 ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഓയിലിലേക്ക് നുറുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടായ ഓയിലിലേക്ക് നുറുക്കിയിടുമ്പോൾ ഇതുപോലെ ഒത്തിരി ബബിൾസ് ആയിരിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിം ആകുമ്പോൾ നുറുക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊന്നും വേവത്തുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൈഡൊക്കെ വിട്ടു പോകാനായിട്ടുള്ള ചാൻസും ഉണ്ട്.
അപ്പോൾ ഞാൻ ഒത്തിരി ഓയിലൂടെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് കളറാവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് കുക്ക് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ബബിൾസൊക്കെ നന്നായിട്ട് താഴും. ഈ ഒരു കണ്ടീഷൻ ആവും കേട്ടോ. ആ ഒരു ടൈമിലാണ് നമുക്ക് നുറുക്ക് ഓയിലിൽ നിന്ന് മാറ്റേണ്ടത്. ഒത്തിരി കളറാവാൻ നിൽക്കരുത് കേട്ടോ. നമ്മളിത് പുറത്തെടുത്ത് വെക്കുമ്പോൾ ഒന്നുകൂടെ ഡാർക്ക് കളറാവും. പിന്നെ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിന് പകരം അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം. കൂടാതെ തന്നെ നമ്മൾ ചോറൂറ്റണ കയ്യിലിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലും ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ വാഴല ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും കേട്ടോ. വാഴല ചെറിയ പീസായിട്ട് കീറിയിട്ട് അതിലോരോ നുറുക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടും നമുക്ക് ഓയിലിൽ നുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. വൈകിട്ട് 4 മണി പലഹാരമായിട്ടൊക്കെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ള നുറുക്കാണ് റെഡിയാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാതായാലും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീട്രൂട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml മെഷറിംഗ് കപ്പിലാണ് കേട്ടോ അളന്നെടുത്തിരിക്കുന്നത്. പൊടിയും 250 ml മെഷറിംഗ് കപ്പിൽ തന്നെയാണ് അളന്നെടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലും മാത്രമേ നമ്മുടെ നുറുക്കിനും ആ ഒരു കളർ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 2 നുള്ള്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, ചെറുജീരകം ക്യുമിൻ സീഡാണ് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ, എള്ള് 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ കടലമാവാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നല്ല കേട്ടോ, കടലമാവാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി അപ്പോൾ നമുക്ക് നുറുക്കിന് ആവശ്യമായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഫസ്റ്റ് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ ബീട്രൂട്ടിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സി ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ ഒരു അളവിലാണ് കേട്ടോ ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സേവനാഴിയിലേക്ക് ആക്കാം. അതായത് സ്റ്റാർ ഷേപ്പുള്ള അച്ചെടുക്കാം. സേവനാഴിയിൽ കുറച്ച് ഓയിൽ പുരട്ടാം. സേവനാഴിയിലേക്ക് നമുക്ക് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ലെയേഴ്സൊക്കെ അടുത്തടുത്തായിട്ട് വരുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിൻ്റെ എൻഡ് ആവുമ്പോൾ അറ്റം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ ഇതെല്ലാനും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ പാനിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് 1, 2, 3 ഒക്കെ ആയിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടുമ്പോൾ തന്നെ നല്ല ബബിൾസൊക്കെ ആയിട്ട് വരും. ഫ്രൈ ആയിട്ട് നല്ല കറക്റ്റ് പാകമാകുമ്പോൾ ബബിൾസൊക്കെ കുറഞ്ഞ് വരും. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് നുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് 2 നുറുക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.